എന്താ ചേട്ടാ ചത്തുത്തിരിക്കുന്നത്? ഓ ഒന്നും പറയണ്ട. അങ്ങനെ ഒന്നുമില്ലടാ, ദീപാവലിക്ക് കുറച്ച് പൊട്ടിച്ചതിന് ക്ഷീണം. നീ എന്നെ വിളിച്ചില്ലല്ലോ. താനും പൊട്ടിച്ചതിന്റെ കാര്യമല്ല, പടക്കം പൊട്ടിച്ചതിന്റെ കാര്യം. അതിന് വടക്കല്ലേ പൊട്ടിച്ച്? എന്നെ ഒന്നും പൊട്ടിച്ചു? നീ ഒന്ന് വിഷമിച്ചിരിക്കുക. ഓ പടക്കം പൊട്ടിച്ച കാര്യം ഒന്നും പറയണ്ട. എന്നോട് പറയടാ, ഞാൻ ചമ്മി പൊത്തിക്കും. നിന്നോട് പറയാം. ഞാൻ പണിയും കഴിഞ്ഞ് കൊണ്ട് വന്നപ്പോഴത്തേക്ക് പക്കൂർ പടക്കം പൊട്ടിക്കും. അവനൊന്ന് പൊട്ടിച്ച് നമ്മള് രണ്ടെണ്ണം പൊട്ടിക്കണ്ടായി. പിന്നെ പൊട്ടിക്കണ്ടേ? നമ്മൾക്ക് മാത്രമാണ് പൊട്ടിച്ചാൽ മതി. എനിക്കങ്ങനെ തോന്നിയില്ലേ? ഞാൻ ആ മൂപ്പിന് പോയി തമിഴ്നാട്ടിൽ പോയി സാധനം എടുക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ അടുവ് പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് അവനൊന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ അവിടെ 9 പൊട്ടിച്ചു. പൊട്ടിച്ചില്ലേ? എന്റെ ഇവിടെ എത്ര ഇതായിട്ടാണ് ഇരിക്കുന്നത്? 2 മൈക്രോ ഫിനാൻസ് നിലത്ത് കിടന്ന് ഇറങ്ങി. 2-3 ചിട്ടി ഉണ്ടായിരുന്നു. അത് മേലെ പെരയുടെ കൊണ്ടേക്കിട്ട് പൊട്ടിച്ചു. പിന്നെ അണ്ണാച്ചിയുടെ 2 ഉണ്ടായിരുന്നു. അത് പക്ഷേ പൊട്ടിയില്ല, ചീറ്റി പോയി. ആ ചീറ്റി പോലെ താങ്കൾ പൊട്ടിയിരിക്കുന്നേ. ഓ അതൊന്നും അല്ല പ്രശ്നം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഓരോരുത്തർ അവരുടെ ആശംസയായിട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അണ്ണാച്ചിയുടെ ഒരു വരവുണ്ടായിരുന്നു. അവരൊരു ആശംസയും പറഞ്ഞ് ഒരു വെടിക്കെട്ട് നടന്നു. ഗുണ്ട് നമ്മുടെ ചെവിയിലിട്ട് പൊട്ടിച്ചാൽ പോലും ഇത്രയും പേര് വെച്ചില്ല. അതുപോലത്തെ പറച്ചിലായിരുന്നു. ഇപ്പോഴും ആ ചെവിയിലെ മൂളൊക്കെ മാറിയിട്ടില്ല. നീ എന്നാ പേര് മുടിച്ചോണ്ടിരുന്നു? ഞാൻ കൊണ്ടിറങ്ങും. അല്ല പിന്നെ നീ എന്തിനാ ഈ പാരാത്തിന് കയറി വന്നേ? ഓ നാളെ വണ്ടിയുടെ ഒരു സി സി കൊണ്ടുവരാം. എൻ്റെ ഒന്നുമില്ല. എൻ്റെ വല്ലതും തടയാൻ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഞാനും ഇന്നലെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പക്കൊൻ്റെ വീഡിയോ ചെയ്തിട്ടു. ഞാനും പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കും. ഞാനും ആ മൂപ്പിന് വീട്. പിന്നെ നമ്മൾ പറയുന്നതെല്ലാം സെയിമാ. എൻ്റെ ചീറ്റിട്ടില്ല കേട്ടോ. എന്തായാലും വന്ന് പ്ലാൻ ചെയ്തില്ലേ? എൻ്റെ ചീറ്റ് 2 അപ്പുറത്തിട്ടുണ്ട്. പോകുമ്പോൾ അതോടെ കൊണ്ടുപോയി.